വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം, അധ്യായം 10, 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ബർത്തിമേയൂസിന് കാഴ്ച നൽകുന്നു. അവർ ജെറീക്കോയിലെത്തി. അവൻ ശിഷ്യരോടും വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറീക്കോ വിട്ടുപോകുമ്പോൾ തീമയൂസിന്റെ പുത്രനായ ബർത്തിമയൂസ് എന്ന അന്ധയാചകൻ വഴിയരികിൽ ഇരിപ്പുണ്ടായിരുന്നു. നസ്രായനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു, അവനെ വിളിക്കുക. അവർ അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞു, ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുറം കുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അന്ധൻ അവനോട് പറഞ്ഞു, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. അവഗണിക്കേണ്ട വിലക്കുകളും ഉണ്ടാകാം ജീവിതത്തിൽ. യേശുവിന്റെ പ്രവർത്തന ശൈലിയും വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളും ഒരു പരിധിവരെ പ്രകാശിതമാക്കുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം. വിശുദ്ധ നാട്ടിലെ അതിപുരാതനമായ നഗരമാണ് ജെറീക്കോ പട്ടണം. ജെറീക്കോ പട്ടണം സന്ദർശനത്തിനു വേണ്ടി എത്തിയ യേശു ശിഷ്യന്മാരോടൊത്ത് സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് യാത്ര ചെയ്യുകയാണ്. സുവിശേഷകൻ നമ്മോടായിട്ട് പറയുന്നു, അവരുടെ കൂടെ വലിയൊരു ജനാവലിയും ഉണ്ടായിരുന്നു എന്ന്. അവർ നടന്നിരുന്ന തെരുവിന്റെ ഓരങ്ങളിൽ യാചകരെ തമ്പടിച്ചിരുന്നു. അങ്ങനെ തമ്പടിച്ചിരുന്ന യാചകരിൽ ഭിക്ഷുക്കളിൽ ഒരുവനെ, അന്ധനായിട്ടുള്ളൊരു ഭിക്ഷുവിനെ ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് എടുത്തു കാണിക്കുകയാണ്. ആ അന്ധനായ യാചകനെ എടുത്തു കാണിക്കാൻ കാരണം ഒരുപക്ഷെ ആ ഭിക്ഷുവിൽ അവസരത്തിനൊത്ത് പ്രവർത്തിക്കാനുള്ള ആർജവത്വം വളരെ ശക്തമായ രീതിയിൽ നിഴലിക്കുന്നതായിട്ട് കാണുന്നത് കൊണ്ടാകാം ഈ അന്ധനെ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കാൻ ഇടവന്നത്. അന്ധന്റെ പിതാവിന്റെ പേര് പോലും സുവിശേഷത്തിൽ പരാമർശ വിഷയമുണ്ട്. സുവിശേഷത്തിൽ പിതാക്കന്മാരുടെ പേര് പരാമർശിക്കുന്നത് വളരെ ചുരുക്കം വ്യക്തികളുടെ മാത്രമേ നമുക്ക് കാണാനാവുള്ളൂ. ഈ യാചകനായിട്ടുള്ള മനുഷ്യന്റെ പിതാവിന്റെ പേര് തിമയോസ് എന്നാണെന്ന് സുവിശേഷത്തിൽ കാണുന്നു. അതുകൊണ്ട് തിമയോസിന്റെ പുത്രനായിട്ടുള്ള യാചകൻ എന്നർത്ഥം വരത്തക്ക വിധത്തില് ബർത്തിമയോസ് എന്നാണ് ഈ അന്ധന്റെ പേര്. യേശു ശിഷ്യന്മാരും ജനാവലിയുമായിട്ട് തെരുവിൽ കൂടെ നടന്നു പോകുന്നതിനിടയിൽ കൂടെ ഉണ്ടായിരുന്ന ജനസമൂഹത്തിന്റെ അടക്കം പറച്ചിൽ നിന്നായിരിക്കാം ഈ അന്ധനായിട്ടുള്ള മനുഷ്യൻ ഈ കടന്നു പോകുന്നത് നസറായനായ യേശുവാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഈ റൂട്ടിൽ കൂടി നടന്നു പോകുന്നത് നസറത്തിലെ യേശുവാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ ആ അന്ധൻ താൻ പറഞ്ഞു കേട്ടിട്ടുള്ള യേശുവിനെ പറ്റിയുള്ള ചിത്രം സജീവമായ രീതിയിൽ ഭാവനയിൽ കൊണ്ടുവരുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം കേട്ട് കാണും, ദാവീദ് രാജാവിന്റെ വംശത്തിലും ഗോത്രത്തിലും പെട്ട ഒരു ദൈവിക മനുഷ്യനാണ് നസറത്തിൽ നിന്നുള്ള യേശു എന്ന് ഉള്ള ഒരു ധാരണ ഈ അന്ധനിൽ ഉണ്ടായി കാണണം. അങ്ങനെയുള്ള ദൈവിക മനുഷ്യനാണ് തന്റെ സമീപത്തു കൂടെ നടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ഉടനെ ആ അന്ധൻ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങി. ഇവന്റെ ശബ്ദ കോലാഹലം ഒരു തരത്തിൽ
അലോസരം യേശുവിന് ഉണ്ടാക്കാനിടയുണ്ട് എന്ന് കരുതിയതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകാം യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ഈ യാചകനോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെടുന്നു. അവന്റെ ശബ്ദം വിലക്കുന്നു. പക്ഷേ ഈ അന്ധന്റെ ഉള്ളിൽ നിന്നുള്ള ഉൾവിളിയുടെ പ്രേരണയായിരിക്കണം ആ വിലക്കിനെ മറികടന്നുകൊണ്ട്, അതിനെ തെറ്റിച്ചുകൊണ്ട് അന്ധൻ കൂടുതൽ ശബ്ദത്തിൽ വിളിച്ചു പറയുകയാണ്, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. ഇവിടെ ഒരു സത്യം നമ്മുടെ മുമ്പിലേക്ക് സുവിശേഷം എറിഞ്ഞു തരുന്നുണ്ട്. തെറ്റിക്കേണ്ട വിലക്കുകളും ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ ആ വിലക്കുകൾ തെറ്റിക്കാൻ ഉൾവിളിയുടെ പ്രചോദനം മനുഷ്യന് കൂട്ടായിട്ടുണ്ടാകണം. ഇങ്ങനെ ഉൾവിളിയുടെ പ്രചോദനത്താൽ പ്രേരിതമായി അന്ധൻ വിലക്കുകളെ തെറ്റിച്ചുകൊണ്ട് നിലവിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങിയപ്പോ ആ നിലവിളി യേശുവിന്റെ ചെവിയിൽ വന്നു പതിക്കുന്നു. നടന്നിരുന്ന യേശു തിരിഞ്ഞ് അവിടെ നിൽക്കുന്നു. യേശു കൂടെ ഉണ്ടായിരുന്നവരോട് പറയുന്നു, ആ നിലവിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയെ തന്റെ പക്കലേക്ക് കൊണ്ടുവരാൻ. ഉടനെ ആളുകൾ ചെന്ന് ആ അന്ധനായിട്ടുള്ള യാചകനോട് പറയുന്നു, യേശു നിന്നെ വിളിക്കുന്നു. ഈ വാർത്ത കേട്ട ഉടനെ അന്ധന്റെ ഉള്ളിൽ നിന്ന് വന്ന ആ ഉന്മേഷവും ആ സന്തോഷവും ആ വിസ്മയവും എല്ലാം മറനീക്കി കാണിച്ചുകൊണ്ട് തന്റെ പുറംകുപ്പായം പോലും എടുത്തെറിഞ്ഞ് ഒറ്റ കുതിപ്പാണ് യേശുവിന്റെ അടുത്തേക്ക്. യേശുവിന്റെ അടുത്ത് ചെന്ന് അന്ധൻ മുട്ടുമേൽ വീണുകൊണ്ട് വീണ്ടും അപേക്ഷിക്കുന്നു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. യേശു വളരെ സൗമനസ്യത്തോടുകൂടെ അയാളോട് ചോദിക്കുന്നു, മകനെ നിനക്ക് എന്താണ് വേണ്ടത്? ആ മനുഷ്യൻ ഉടനെ പറയുന്നു, യേശുവേ എനിക്ക് കാഴ്ച ലഭിക്കണം, എനിക്ക് കാണണം. യേശുവിൽ പ്രവർത്തിച്ചിരുന്ന ദൈവിക ശക്തി പ്രവർത്തന നിരതമാകുന്നു. യേശു അയാളോട് പറയുന്നു, കാണാനുള്ള ശക്തി നിനക്ക് കൈവരട്ടെ, നീ പോയിക്കൊള്ളുക. സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, തൽക്ഷണം അവന്റെ അന്ധത വിട്ടുമാറി അവന് കാഴ്ച ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. അവന്റെ ഹൃദയത്തിലുള്ള നന്ദിയുടെ വികാരം ആത്മാർത്ഥതയിൽ മുഖ്യമുള്ളതായതുകൊണ്ട് സുവിശേഷകൻ നമ്മോടായിട്ട് പറഞ്ഞു തരുന്നു, അവൻ യേശുവിന്റെ കൂടെ പിന്നീട് പോയി എന്ന്. ഇവിടെ ഒരു സത്യം നാം സുവിശേഷത്തിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടതുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒതുങ്ങി അതിർത്തി വരമ്പുകളിൽ പെട്ട് അടച്ചു വെക്കേണ്ട ഒന്നല്ല, അത് ജീവിക്കേണ്ടതാണ് എന്ന സത്യം ഈ അന്ധനായിട്ടുള്ള യാചകൻ നമ്മളെ പഠിപ്പിക്കുന്നതായിട്ട് വേണം മനസ്സിലാക്കാൻ. യേശുവിന്റെ സമീപന രീതിയും യേശുവിന്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളും ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സുവിശേഷ സംഭവമായിട്ട് ഇതിനെ പരിഗണിക്കുന്നതിൽ തെറ്റില്ല.